തിരൂരാ ആ? തിരുവദ്രാമ അത്രയും ജയിക്കും. എത്ര വോട്ട് ഭൂരിപക്ഷം ഉണ്ടാവും? അത് പറയില്ല. തിരൂർ മണ്ഡലത്തിൽ ആര് ജയിക്കുന്നതുകൊണ്ട്? തിരുവനന്തപുരത്ത് LDF വരാണ് തൂക്കം LDF ആര് ജയിക്കാനുള്ള സാധ്യത. സാധ്യത? എത്ര ഭൂരിപക്ഷം ഉണ്ടാവും? അത് ഒരു ഭൂരിഭാഷം എന്ന് വെച്ചാൽ അങ്ങനെ കൃത്യമായിട്ട് പറയാനൊന്നും പറ്റില്ല. ഒരു ജയിക്കാനുള്ള സാധ്യത എത്ര പറയാം. നിലവിലെ MLA ഭരണം ഉണ്ടായിരുന്നു. നിലവിലെ MLA പറഞ്ഞു വെച്ചാൽ മൂപ്പര് ജയിച്ചാൽ പോയി മാത്രമേ ഉള്ളൂ. വേറെ നമുക്ക് പ്രത്യേകിച്ചൊന്നും പറയാനൊന്നുമില്ല. ഇങ്ങനെ അതിനെപ്പറ്റി നമുക്കറിയില്ല. പറയാനൊന്നുമില്ല. നമുക്കൊക്കെ വളരെ ഗുണത്തിലാണ്. അവരെ കൊണ്ട് മെച്ചങ്ങളുണ്ട്. ജയിക്കലിപ്പോൾ അവർ തന്നെ നല്ലത്. മറ്റുള്ള UDF ഒന്നും കാര്യമില്ല. അത് വേറെ കണക്ക്. LDFൻ്റെ തന്നെയാണ് ഇപ്പോൾ ഇവിടെ. നമുക്കൊക്കെ ചായ അതാണ്. ഞങ്ങൾ ആ വീട്ടിൽ 10-12 വോട്ടുണ്ട് ഞങ്ങളെല്ലാവരും കൂടെ. അപ്പോൾ മൊത്തം അങ്ങനെ തന്നെ പോകണത്. വേറെയും മറ്റുള്ള കാര്യമൊന്നും ചോദിക്കണ്ട. പിന്നെ ഓരോരുത്തർ ഇവിടെ NDA സ്ഥാനാർത്ഥി വിജയിക്കണം എന്നാണ് ആഗ്രഹിക്കുന്നത്. എനിക്കതിനെ പറ്റി അത്ര ഒരു അഭിപ്രായമില്ല. അത് തികച്ചും വാസ്തവവിരുദ്ധമാണ്. അത് അവർക്ക് ഈ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടി ഉണ്ടാവും എന്നുള്ള ഒരു തോന്നലുണ്ട്. അതിന് വേണ്ടിയിട്ട് മുന്നേ എറിഞ്ഞു ഇടുന്ന ഒരു വാക്കാണത്. വിജയിക്കാൻ വേണ്ടിയിട്ടല്ലേ സ്ഥാനാർത്ഥിനെ നിർത്തുന്നത്. UDF കുഴപ്പമില്ല. എന്ത് വെല്ലുവിളി? അത് നമ്മൾ UDF തന്നെ എടുക്കും. തിരൂര് കുറുക്കോളി കുഴപ്പമൊന്നുമില്ല. പറയാൻ പറ്റുമോ? ഒരു അഭിപ്രായം പറയാൻ പറ്റുമോ? ഇലക്ഷൻ തിരൂർ മണ്ഡലത്തിൽ എനിക്ക് പൊതുവെ രാഷ്ട്രീയത്തിനോട് താല്പര്യമില്ലാത്ത ഒരാളാണ്. ആര് വന്നാലും എനിക്ക് പ്രശ്നങ്ങളില്ല. നമ്മളെന്തായാലും നമ്മൾ അധ്വാനിക്കണം, നമ്മൾ ജീവിക്കണം. നിലവിലെ MLA അതാ പറഞ്ഞത്, നമ്മളങ്ങനെ രാഷ്ട്രീയപരമായിട്ട് അങ്ങനെ മുന്നോട്ടൊന്നും പോകാത്ത ഒരാളായതുകൊണ്ട് അങ്ങനെ വലിയ എന്തായാലും നാട് നന്നാവട്ടെ, വികസനം വരട്ടെ, ആര് വന്നാലും ഓക്കെ. കുറുക്കോളി ജയിക്കും. നല്ല ഭരണമാണ്. കളങ്കമില്ലാത്ത വ്യക്തിയാണ് അയാൾ. പറഞ്ഞാൽ ഒരാൾക്കൊരു കളങ്കമില്ല. അയാൾ എന്ത് കാര്യം പറഞ്ഞാലും അയാളിട്ട് ഇന്ന് പറയാം, നമുക്ക് ധൈര്യമായിട്ട് പറയാം. അത് നോക്കിയിട്ട് കാര്യമില്ല. അത് മെസ്സിനെ കൊണ്ടുവന്നിട്ട് അഴിമതി കുറേ നടത്തിയില്ലേ. പിന്നെ ഇവിടുന്ന് ഈ കുടിവെള്ളത്തിൻ്റെ പദ്ധതി പറഞ്ഞിട്ട് ഒരുപാട് കട്ടിയില്ലേ. പൈസ ഉള്ളവനല്ലല്ലോ മൂപ്പര്. പറഞ്ഞാൽ 10ൻ്റെ കായ് കളങ്കമില്ലാത്ത വ്യക്തിയാണ്. അങ്ങനത്തെ ആളല്ലേ വേണ്ടത്. നമുക്ക് എന്തൊരു കാര്യം നമുക്ക് ഓപ്പണായിട്ട് എന്ന് മൂപ്പരെ വീട്ടിൽ കയറാം. അങ്ങനത്തെ വ്യക്തിയല്ലേ വേണ്ടത്. നമ്മൾ പൊതുവേ രാഷ്ട്രീയത്തിൽ പറഞ്ഞാൽ നമ്മൾ ആദ്യം സജീവമായിട്ട് ലീഗുകാരനായിരുന്നു. അതിനൊരു എതിർപ്പുകൊണ്ട് നമ്മൾ KT ജലീൽ 1989 KT ജലീൽ കാര്യത്തൂരിൽ നിന്ന് ജയിച്ച സമയത്ത് ലീഗിൽ പ്രവർത്തിക്കുന്ന വ്യക്തിയാണ്. പക്ഷേ നമ്മൾ എവിടെ എത്തിപ്പെടില്ല എന്ന് കാരണം പാർട്ടിയിൽ നിന്നൊന്നും പിന്നോട്ട് നിന്നുള്ളൂ. പക്ഷേ കുറുക്കോളേ ജയിക്കുള്ളൂ. ഒരു 10ൻ്റെ ചോട ഭൂരിപക്ഷത്തിൽ അയാൾ ജയിക്കും. അയാൾ നല്ല വ്യക്തിയായതുകൊണ്ട്. അയാൾ ഒരു 100ൻ്റെ നോട്ട് ഒരാൾ, നമ്മളൊരു പാവപ്പെട്ട ഒരു വ്യക്തി അയാളൊരു കാര്യം ചെന്ന് പറഞ്ഞാൽ അയാൾ അത് 100% അയാൾ അതിനെല്ലാം സപ്പോർട്ട് ചെയ്യും. ഓക്കെ. തിരൂർ മണ്ഡലത്തിൽ UDF ജയിക്കും. ഇപ്പോൾ വളരെ മോശമാണെന്നല്ലേ മൊത്തത്തിലുള്ള അഭിപ്രായം? MLA ഭരണം കുഴപ്പമില്ല എന്നുള്ള രീതിയിലാണ്. അപ്പോൾ UDF ജയിക്കാനാണ് സാധ്യത. UDF ജയിക്കും. കുഴപ്പമില്ല, നല്ല ഭരണമാണ്. കുറുക്കുമൂജി ഭരണം അറിയാൻ പറ്റില്ല. തിരൂർ മണ്ഡലത്തിൽ ആര് ജയിക്കുന്നോ വ്യക്തമായിട്ട് ശരിക്കും ഒരു ഉറപ്പ് പറയാൻ പറ്റാത്ത ഒരു ഏറ്റുമുട്ടലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ആര് ജയിക്കുന്നു പ്രത്യേകമായിട്ട് പറയാൻ പറ്റില്ല. എല്ലാ ആൾക്കാർക്ക് ഇഷ്ടമാണ്. അപ്പോൾ എവിടെ എത്തും എങ്ങനെ എത്തും എന്നുള്ള ആർക്കും പറയാൻ പറ്റില്ല. എനിക്കങ്ങനെ വ്യക്തിപരമായിട്ട് പറയാൻ പറ്റില്ല. രണ്ട് പാർട്ടിക്കാർ നമുക്ക് ഇഷ്ടമാണ്. ആര് ജയിക്കും എന്നുള്ള അങ്ങനെ പ്രത്യേകമായിട്ട് പറയാൻ പറ്റില്ല. ഇവിടെ ആര് ജയിക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത്?
എനിക്ക് എൻ്റെതായ ഒരു കാഴ്ചപ്പാടുണ്ട്. ഞാൻ അല്പം ഒരു പരിസ്ഥിതി മേഖലയിലൊക്കെ പ്രവർത്തിക്കുന്ന ഒരാൾ എന്ന നിലക്ക് എനിക്ക് പറയാനുള്ളത്, ഞാനും നിങ്ങളും ഇല്ലെങ്കിൽ ഈ നാട് നിലനിൽക്കും. നാടുണ്ടെങ്കിൽ നമ്മൾ നിലനിൽക്കും. നാട് നിലനിർത്താവുന്ന രൂപത്തിലെ പ്രവർത്തനങ്ങൾ ഉണ്ടാവേണ്ടതുണ്ട്. നമ്മളെ പ്രകൃതി വിഭവങ്ങൾ കീഴടക്കിക്കൊണ്ടുള്ള വികസനങ്ങൾ മുഴുവൻ വീമ്പുകളാണ്. അതുപോലെ നമുക്ക് അടിസ്ഥാനപരമായ സൗകര്യങ്ങൾ നിലനിർത്തിക്കൊണ്ടുള്ള വികസന പ്രവർത്തനങ്ങൾക്ക് നാന്ദി ഒരുക്കേണ്ടതുണ്ട്. ഇപ്പോൾ നിലവിലുള്ള നമ്മളെ തുരങ്കപാത പോലും നമുക്ക് ഭീഷണിയാണ്. ആ തുരങ്കപാത അടിസ്ഥാനം ചോദിച്ചിട്ട് പോലും അതിന് മറുപടി തരാൻ കഴിയാത്ത MLA അടിസ്ഥാനപരമായിട്ട് അവിടെ രണ്ട് ധ്രുവങ്ങളാണ്. ഒന്ന് ഒരു സൂഫിയാണ് ഒരു സ്ഥാനാർത്ഥി. ഒരു സ്ഥാനാർത്ഥി സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ഈ മേഖലയേക്കാളൊക്കെ അപ്പുറം ബിസിനസ് മേഖലയെ പരിപോഷിപ്പിക്കാൻ പറ്റുന്ന 2 ആളുകളാണ്. അപ്പോൾ 2 ധ്രുവങ്ങൾ തമ്മിലുള്ളൊരു സംഘമാണ്. പക്ഷേ എങ്കിലും ജനങ്ങളുടെ കാഴ്ചപ്പാടിലുള്ള അടിസ്ഥാന വിഭവങ്ങൾ ഇപ്പോഴും നമുക്ക് എത്തിക്കപ്പെടാൻ കഴിഞ്ഞിട്ടില്ല. നമ്മുടെ രാഷ്ട്രപിതാവ് മഹാത്മജി താലോലിച്ചൊരു സങ്കല്പമുണ്ട്, സമത്വ സുന്ദര ഗ്രാമസ്വരാജ്. അത് നഷ്ടപ്പെട്ടൊരവസ്ഥയിലാണ് നമ്മൾ. അപ്പോൾ അടിസ്ഥാന വിഭവങ്ങൾ കാത്തു സൂക്ഷിക്കുന്ന പ്രവർത്തനങ്ങൾ ഊന്നൽ നൽകുന്ന ഒരു സ്ഥാനാർത്ഥിയാണ് അവിടെ ജയിക്കേണ്ടതെന്ന് എനിക്ക് പറയാനുള്ളത്. അല്ലാതെ അപ്പുറത്തേക്കൊരു വ്യക്തിപരമായ ഒരു രാഷ്ട്രീയ ഇതിലപ്പുറം ഞാനും നിങ്ങളൊരു നാട് നിലക്കണം എന്നുള്ള ചിന്തയുള്ള മനുഷ്യരും പ്രകൃതി വിഭവങ്ങൾ കാത്തു സൂക്ഷിക്കുന്ന ആളുകളുണ്ടാവണം. എല്ലാറ്റിനും സബ്സ്റ്റിറ്റ്യൂട്ട് ഉണ്ട്. അച്ചിറ്റോന് സബ്സ്റ്റിറ്റ്യൂട്ട് ഇല്ല. ഞാൻ ചവിട്ടി നിൽക്കുന്ന ഞാനാകുന്ന മണ്ണ് സബ്സ്റ്റിറ്റ്യൂട്ട് ഇല്ല. ഞാൻ ശ്വസിക്കുന്ന ജീവവായുവിന് സബ്സ്റ്റിറ്റ്യൂട്ട് ഇല്ല. അപ്പോൾ ഇതിൻ്റെ വലിപ്പവും മഹത്വമൊക്കെ അറിയുന്ന ആളുകൾ ഇവിടേക്ക് വരേണ്ടതുണ്ടെന്നുള്ളൊരു ആഹ്വാനമാണ് എനിക്ക് പറയാനുള്ളത്. ഇവിടെ അബ്രഹ്മാൻ വിജയിക്കണം. നാടിന് വികസനം വേണം. ഈ 5 കൊല്ലം കുറുക്കോളിൽ നിന്ന് ഇവിടെ ഒരു വികസനം ഉണ്ടായിട്ടില്ല. എൻ്റെ അഭിപ്രായത്തിൽ റോഡാവട്ടെ, ഇടവഴി ആവട്ടെ, പാലങ്ങളാവട്ടെ, എല്ലാം. താനൂരൊക്കെ അബ്രഹ്മാൻ എന്തെല്ലാം വികസനം കൊണ്ടുവന്നിട്ടുണ്ട്. 5 കൊല്ലം അവിടെ നിന്ന് ജയിച്ച്, രണ്ടാമത് 5 കൊല്ലം നിന്നിട്ട് അവിടുത്തെ ജനങ്ങൾ തന്നെയാണല്ലോ ജയിപ്പിച്ചത്. അയാൾ ഒന്നും ചെയ്തിട്ടില്ലെങ്കിൽ രണ്ടാമത് അവിടെ ജയിപ്പിക്കില്ലല്ലോ. അയാൾ സ്വന്തം നാട്ടിലേക്ക് വന്ന് ഞാൻ ഇവിടെ ഒന്ന് നിൽക്കട്ടെ, വിജയിക്കട്ടെ എന്നാണ് അദ്ദേഹത്തിന്. അത് ജനങ്ങൾ മനുഷ്യന് ബായി തൊടുന്നാലും ഒന്ന് പൊള്ളു പറയാനും ഒന്ന് ഭക്ഷണം കഴിക്കാനും നേരെ ആരും പറയില്ല. മനസ്സിലായോ? ബായി തൊടുന്നാൽ പൊള്ളു പറയാനും ഭക്ഷണം കഴിക്കാം. അയ്യപ്പൻ്റെ സ്വർണം കട്ടില്ല പറഞ്ഞിട്ട് ഞങ്ങളെ കട്ടിക്കില്ല, അവരും പങ്കുണ്ടാവും. അല്ലാതെ നമ്മളെ ഞാൻ ആഗ്രഹിക്കുന്ന കുറുക്കോളി മൊയ്തീൻ. അവിടെ ഒരു വികസനം ഉണ്ടാക്കണമെങ്കിൽ അയാളെ ഉണ്ടാവുള്ളൂ. രണ്ടാമത്തേത് അവിടെ UDF ഭരണം വരണം. UDF അധികാരത്തിൽ വരണം. അപ്പോൾ ഈ അധികാരത്തിൽ വരുമ്പോൾ ജനങ്ങൾക്ക് നല്ല പ്രയോജനമായ കാര്യങ്ങളാണ് UDF കൊണ്ടുവരുന്നത്. 25 ലക്ഷം രൂപൻ്റെ ഇൻഷുറൻസ്, 1000 രൂപ കുട്ടികൾക്ക് സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്ക്, പിന്നെ 3000 രൂപ പെൻഷൻ. UDF വരണം. UDF VD സതീശൻ മുഖ്യമന്ത്രി ആവണം. ഒരുപാട് വികസനങ്ങൾ 10 വർഷം കൊണ്ട് ഒരുപാട് വികസനങ്ങൾ LDF സർക്കാർ ഇല്ല, അതിലുണ്ടാവും. അത് തീർച്ചയായിട്ടും ഇപ്പോൾ ജനങ്ങൾ വിധി എഴുതിയല്ലോ UDF അധികാരത്തിൽ വരണം എന്നുള്ളത്. എന്തായാലും LDF വരില്ല എന്നുള്ള 100% ഉറപ്പാണ്. ഞങ്ങൾക്ക് പങ്കൊന്നുമില്ല. ഞങ്ങൾ മന്ത്രിമാരുമില്ല, ഞങ്ങൾ ആരുമില്ല. ആരെ കണ്ടവരുണ്ടോ? അതേമാതിരി ലീഗിലും കോൺഗ്രസിലും ഒക്കെ കിടന്നിട്ടുണ്ടാവും. തെളിവുണ്ടെങ്കിൽ അറസ്റ്റ് ചെയ്തോട്ടെ, കൊണ്ടുപോയി കേസിലിട്ടിട്ട് തിരിച്ചോട്ടെ. അവർ കട്ടിട്ടുണ്ടെങ്കിൽ അവർ അനുഭവിക്കുക. ഇതെല്ലാം ഞാൻ കട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ അനുഭവിക്കുക. ഇതേ ഉള്ളൂ. അബ്രഹ്മാൻ്റെ കാര്യത്തിൽ അവിടെ 5 കൊല്ലം ജയിച്ച് ഫസ്റ്റിൽ നിന്ന് വീണ്ടും 2 കൊല്ലം 5 കൊല്ലം നിന്ന് ജയിച്ച് ഇനി സ്വന്തം നാട്ടിലേക്ക് വരിക. പേടിച്ച് വേണ്ടതല്ല. പേടിച്ച് വേണ്ടെന്ന് വെച്ചാൽ അയാൾ സ്വന്തം നാട്ടിൽ നിന്ന് എന്തെങ്കിലും പേടിച്ച് വേണ്ടേണ്ട ആവശ്യം. തോറ്റോട്ടെ, ജയിക്കട്ടെ. അതിപ്പോൾ പറയാൻ പറ്റില്ല. മനുഷ്യൻ്റെ കാര്യമാണ്. ചിലപ്പോൾ 10, ചിലപ്പോൾ 5, ചിലപ്പോൾ 2. അബ്രഹ്മാൻ ജയിക്കട്ടെ. പറയാൻ പറ്റൂല. തിരൂരിൽ മിക്കവാറും അബ്ദുറഹ്മാൻ ജയിക്കാനാണ് സാധ്യത. അത് പറ്റൊരു കൊണ്ടുണ്ടായിരുന്നില്ല. കഴിഞ്ഞ 5 കൊല്ലം കഴിഞ്ഞതിന് ശേഷം പിന്നെ കണ്ടിട്ടില്ല അങ്ങേര് ഈ ഭാഗത്തേക്ക് വന്നു. അങ്ങനെ ഒന്നുമല്ല, ആകെ വെറുതെ പറയാം. ആരും തിരൂർ ഇപ്പം ഇത്ര വ്യത്യാസമൊന്നും ഇല്ലല്ലോ. ഒരു 8 കിലോമീറ്ററിൻ്റെ വ്യത്യാസമല്ലേ ഉള്ളൂ. അപ്പോൾ അവിടെ പല വികസനം നടത്തി. ഇനിയിപ്പോൾ തിരൂർ വന്നിട്ട് പല വികസനം നടത്താനുള്ള പരിപാടിയാണ്. തിരൂർ ഇതുവരെ ഒരു
വെല്ലുവിളിച്ചിട്ടാണ് തിരൂരിൽ സ്ഥാനാർത്ഥിത്വം വാങ്ങിക്കുക എന്നുള്ളൊരു അഭിപ്രായം ഉണ്ടല്ലോ. അതൊക്കെ വെറുതെ പറയാണ്. പാർട്ടി തീരുമാനിക്കണല്ല ആരെ നിർത്തണം. പാർട്ടി ഇവിടെ ആദ്യം വേറെ സ്ഥാനാർത്ഥിനെ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. ഇല്ല, അങ്ങനെയൊന്നുമില്ല. പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നല്ലോ പാർട്ടി. പിന്നെ തിരൂർക്ക് അബ്ദുറഹ്മാന്റെ ആവശ്യപ്രകാരം മാറ്റിയതാണ്. അങ്ങനൊന്നുമില്ല. അത് പല അഭിപ്രായങ്ങളും വരുമല്ലോ. പാർട്ടി ഇപ്പോൾ ഓരോരുത്തരല്ലേ തീരുമാനിക്കുക. ചിലപ്പോൾ മുമ്പ് തീരുമാനിച്ച ആളെ പിന്നെ തീരുമാനിക്കൂല. സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തിയതിന് ശേഷം അബ്ദുറഹ്മാന് പുറത്തിറങ്ങാത്തൊരവസ്ഥ ഒക്കെ ഉണ്ടായിരുന്നല്ലോ. അങ്ങനൊന്നും ഉണ്ടായിട്ടില്ല. അതൊക്കെ വെറും വ്യാജ ആരോപണങ്ങളാണ്. റഹ്മാൻ ഇപ്പം എന്തിനാ പുറത്തിറങ്ങാതിരിക്കുന്നത്? അതൊക്കെ തിരൂരിന്റെ നന്മ തുടരാൻ UDF സാരഥി കുറുക്കോളി മൊയ്തീനെ കോണി അടയാളത്തിൽ വോട്ട് ചെയ്ത് വിജയിപ്പിച്ചാലും 87 കോടിയുടെ റോഡ് വികസനം, 57 കോടിയുടെ വിദ്യാഭ്യാസ വികസനം, ആദവനാട് ഭിന്നശേഷി പാർക്ക് ഉൾപ്പെടെ 87 കോടിയുടെ സാമൂഹിക രംഗത്തെ ഇടപെടലുകൾ, 37 കോടിയുടെ ആരോഗ്യ വികസനം, 33,000 കുടുംബങ്ങൾക്ക് കുടിവെള്ളം, 300 കോടിയുടെ വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ കുറുക്കോളി മൊയ്തീനെ അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് ചിഹ്നമായ കോണി അടയാളത്തിൽ വോട്ട് ചെയ്ത് വിജയിപ്പിച്ചാലും